ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ നമ്മൾ സ്കൂളിൽ പോകാൻ കൊണ്ടിറങ്ങി. ചേട്ടൻ ജോലിക്ക് പോയി, മക്കൾ രണ്ടുപേരും ജോലിക്ക് പോയി. പക്ഷേ ജോലിയില്ലാന്ന് പറഞ്ഞ് തിരിച്ച് പോരുന്നുണ്ട്. പിന്നെ എന്താ മരുമോൾ ഇന്ന് വീട്ടിലുണ്ട്, പോയില്ല. മോൾക്ക് ഈവനിങ് ആണ്. അന്ന് നമുക്ക് പണിയുണ്ട്, ഞാൻ പോവാണ്. ഇന്നലെ അവധിയായിരുന്നല്ലോ. എൻ്റെ വിദ്യാഭ്യാസം എന്തായാലും കുഴപ്പമില്ല, പണിയില്ല. മണി കഴിഞ്ഞ പിന്നെ വേറെ എന്തൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങൾ? മഴയൊക്കെ ഉണ്ട്. വരമ്പെല്ലാം ചള്ളയായി. നമ്മുടെ സ്ഥലങ്ങളൊക്കെ എല്ലാം കൃഷികളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. വഴിയൊക്കെ കണ്ട. നേരത്തെയൊക്കെ ഇവിടെ വയൽ നെല്ലായിരുന്നു കേട്ടോ. പിന്നെ കപ്പയൊക്കെ ആയി. പിന്നെ അത് മാറിയതായിരുന്നു. പിന്നെ പന്നി കാരണം കപ്പയൊന്നും ഇല്ലാതെ കൃഷിയൊന്നും ഇല്ലാതിട്ടിരിക്കുമായിരുന്നു കുറേ നാളുകൾ. പിന്നെ ഇപ്പോൾ ഈ എർത്ത് കമ്പിയൊക്കെ കണ്ടോ, എർത്ത് കമ്പി വെച്ചിരുന്നു. അങ്ങനെ എർത്ത് കമ്പിയൊക്കെ വെച്ചതിന് ശേഷം പിന്നെ കൃഷികൾ തുടങ്ങിയത്. അങ്ങനെ നമ്മുടെ വണ്ടി വെക്കുന്നിടത്ത് ആഹാരമായി. ഉറക്കക്കാര്യം പറയാൻ പറ്റുന്നില്ല കൂട്ടുകാർ. അപ്പോൾ പിന്നെ എനിക്കങ്ങ് പുറത്ത് വേദന എടുക്കുക. അപ്പോൾ സാധാ സൗണ്ടിലാണ് ഞാനീ പറയുന്നത്. അത് പക്ഷെ പുറത്തോട്ട് അത്രയും വരുന്നില്ല, അതാണ് വിഷയം. എൻ്റെ വണ്ടി ഒന്ന് കഴുകണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു, പക്ഷെ പറ്റിയില്ല, സമയം പോയി. ഇവിടെ പിള്ളേരവിടെ ഉണ്ടായില്ലേ, നമ്മൾ കാര്യം പറഞ്ഞങ്ങ് ഇരിക്കും പിള്ളേരുടെ. അതാ വരുന്ന പ്രശ്നം. അങ്ങനെ നമ്മുടെ വണ്ടി വെക്കുന്നിടത്ത് വന്നു. അയ്യോ, നല്ല വെയിലുണ്ടില്ല. കുറച്ച് തുണിയൊക്കെ കഴുകി പെരയെ തന്നെ ഇട്ടിട്ടാണ് പോകുന്നത്. സൈഡിലൊക്കെ എടുത്തിട്ടിട്ട് പോന്നു. നേരത്തെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഇറങ്ങണം. എന്നിട്ട് കുറച്ച് ജോലികളുണ്ട് ഇവിടെ. അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ തുടങ്ങിയാണ്. ഇത് തുടച്ച് എങ്ങനെ കവറിട്ട് വെച്ചിരുന്നാലും വെള്ളമാകും. ശരി, പോയിട്ട് വരാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉച്ചക്കത്തേക്കുള്ള ആഹാരം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തലയിലെ ക്യാപ്പൊക്കെ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്ന് ചേച്ചിയോട് കാര്യം പറഞ്ഞിരിക്കുമായിരുന്നേ. ഞങ്ങൾ റേഷൻ കടയിൽ പോകണം, പിന്നെ മോളെ വിളിക്കാൻ പോകണം, പിന്നെ വീട്ടിലോട്ട് പോകണം. അങ്ങനെ 2-3 ഇടത്തായിട്ട് പോകാൻ ഇറങ്ങി. ഏട്ടാ താമസിച്ചാണ് വന്നത്. അങ്ങനെ നമ്മൾ റേഷൻ കടയിലൊക്കെ പോയി റേഷനൊക്കെ വാങ്ങിച്ച് ഏട്ടൻ്റെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അമ്മ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടോ, അത് അരിക്കകത്തുനിന്ന് അരി വാരിത്തിന്നുന്നുണ്ട്. ഒരു ആങ്ങളെയും പെങ്ങളും അങ്ങനെ അരി വാരിത്തിന്നുന്ന സ്വഭാവമാണ്. അങ്ങോട്ട് പോകുന്ന കണ്ടല്ലോ അങ്ങോട്ട്. നീ ആയിരുന്നു വിളിച്ചത്? അവന് ഈ സഞ്ചി എടുക്കാനൊക്കെ അങ്ങോട്ട് വരാൻ പറയാൻ വിളിച്ചു. കാപ്പി ഇട്ടായിരുന്നു ഏമേ? പാൽക്കാപ്പി കുടിക്കത്തില്ലേ? 2 പാവയ്ക്ക എടുക്കട്ടെ. ആഹാ, ഒരെണ്ണേ ഉള്ളൂ. അല്ല, 2 എണ്ണം ഉണ്ടല്ലോ. 2 എണ്ണം ഉണ്ട്, ഒരെണ്ണം കൂടെ കിടക്കട്ടെ.
ആ ചൂട് ചൂട്. മോടിപ്പടിക്ക വെച്ച് കണ്ട്. നടന്നു പോന്നോ? അച്ചു അങ്ങ് എത്തിയോ? ആ ശരി. ഇന്ന് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ അതിൻ്റെ റിസൾട്ട് വന്നില്ല. എനിക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷ. വിളിച്ചെന്ന്. ചക്ക കൊള്ളത്തില്ലമ്മേ കൊണ്ടുവന്നേ. അതിനെപ്പറ്റി വെള്ളം പിടിച്ച ചക്കയാ. പിന്നെ അത് തന്നെയല്ല, മധുരമുണ്ട്. പിന്നെ ഞാൻ കൊണ്ടുവരാന്നങ്ങ് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇതെന്തൂടെ കാർട്ടനൊക്കെ ഇട്ട്. അത് തന്നെയാണ്. അവിടെ ഭയങ്കര ഉറക്കമാണ്. താഴേക്ക് ഒരെണ്ണം എടുത്ത് നമുക്ക് കൊണ്ടുപോകാം. മെഴുക്കുവരട്ടി. അത് തന്നെ.